50,000 ചെറിയ ഡൗൺ പേയ്മെന്റിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഹൈബ്രിഡിൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ? ഏറ്റവും ടോപ്പ് ആണ്. ആൽഫ പ്ലസ് ആണ് വിത്ത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഹൈബ്രിഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ അത് ലോകത്തില്ലാത്ത റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രൈസിനാണ് നമുക്ക് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. ടെക്സൺ ഫുൾ ബ്ലാക്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി കംഫർട്ട് പെർഫോമൻസ് പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. സോ നമുക്ക് നല്ല മൈലേജും പെർഫോമൻസ്, നമുക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് ടെൻഷനേ വേണ്ട. അത്യാവശ്യം നമുക്ക് ഒരു 20 മൈലേജും കിട്ടും. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും നല്ലൊരു ഫാമിലിക്ക് നമുക്ക് ഏത് സമയത്തും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 5,20,000 രൂപയ്ക്ക് 1395. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് നല്ല അടിപൊളി വാഹനങ്ങൾ, ഏറ്റവും പ്രീമിയം ലെവൽ വാഹനങ്ങൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ, അത് നല്ല ഓഫർ പ്രൈസിൽ അത്യാവശ്യം നല്ല എസ്യുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റ് ലിങ്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് നല്ല വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റുകൾ, SUV-കൾ, അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സജിയാണ്. ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ലിങ്കിൻ്റെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് വള്ളോമ്പ്രം അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മിഡിലായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ ഇത് സോ നമുക്ക് എത്തിച്ചേരാനൊക്കെ നല്ല കംഫർട്ടാണ്. നാഷണൽ ഹൈവേ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. പെരുന്നാളൊക്കെ അല്ലേ മാക്സിമം നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിക, ഇഷ്ടപ്പെട്ടാലും ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. മാക്സിമം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടെക്സൺ, അതും നമ്മുടെ ഹുണ്ടായി ടെക്സൺ ഫുൾ ബ്ലാക്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി കംഫർട്ട് പെർഫോമൻസ് പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. സോ നമുക്ക് നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ വരും. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ജസ്റ്റ് 1 lakh കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടി. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. അത്യാവശ്യം നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക് ടൈൽ ഗേറ്റ്, ഡ്യുവൽ ടോൺ. അതായത് ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഒരു പ്രീമിയം ലെവലിൽ ഉണ്ടായി ഇറക്കിയ വണ്ടിയാണ് അല്ലേ? സോ അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. സോ സ്റ്റിയറിംഗിലെ കൺട്രോൾസ്, അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്കത് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് 8,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി 8,95 ഓഫർ പ്രൈസ് ആണ്. ഇന്ന് നമ്മളൊരു ഹാച്ച് ബാഗ് വാങ്ങുന്ന പ്രൈസിനാണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കലി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. സോ നമുക്ക് ടോട്ടൽ ലോസ്, അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സോ ട്രാക്കിനെയും ഫുൾ ഓൺ തന്നെ വാഹനം ഇറക്കാം, അതും ഒരു ഓഫർ പ്രൈസ് കേട്ടോ. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമായിട്ട് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അത്യാവശ്യം നല്ല മൈലേജും അതേപോലെ അത്യാവശ്യം നല്ല ഡിസ്ക് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ടയോട്ട എറ്റിയോസ്, അതും GD ആണ് ഓപ്ഷൻ വരുന്നത്. പ്ലാറ്റിനം ടൈപ്പ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡലാണ്. ജസ്റ്റ് 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, നമ്പർ ആയിട്ടില്ല. NOC-യിൽ പക്ഷെ നമുക്ക് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കാര്യങ്ങൾ, AC പോസ്റ്ററിംഗ് റിലയബിലിറ്റി ആണ്. എത്ര ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. സോ നമുക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് ടെൻഷനേ വേണ്ട. അത്യാവശ്യം നമുക്ക് 20 മൈലേജും കിട്ടും. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും നല്ലൊരു ഫാമിലിക്ക് നമുക്ക് ഏത് സമയത്തും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 5,20,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാം. 5,20,000 നമുക്ക് നമ്പർ ആയിട്ടാണോ അതോ NOC ആണോ? NOC റേറ്റ് ആണ്. നമ്പർ ആകെ ഒരു 10-60 രൂപ വരും ഏകദേശം നമുക്ക് ആ ഒരു റേഞ്ചാണ് വരുന്നുണ്ട്. നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനില്ല. എല്ലാ വർക്കും എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2016 മോഡൽ അല്ലേ? 2018 മോഡൽ. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കാനും പറ്റും. നെക്സ്റ്റ് നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രീമിയം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന മെർസിഡസ് ബെൻസ് CLA 200 ആണ്. സോ അത്യാവശ്യം നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും കൂടുതൽ നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി അല്ല, അത് പുറത്തത്തെ വണ്ടിയാണ്. ഓക്കെ. ഡൽഹി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതിലൊക്കെ പക്ക നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. 77,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓൺഷിപ്പിലുള്ളതാണ്. ഫ്രെയിംലെസ് ഡോറൊക്കെ ആയിട്ട് നല്ല ഒരു കൂപ്പേ ഡിസൈനാണ്. നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
വരുന്ന ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് നമുക്കിത് ഓഫറിന്റെ ഭാഗമായിട്ട് ഫൈനൽ നമുക്കൊരു 13,95,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാം. 13,95 അല്ലേ? NOC പ്രൈസ് ആണോ വരുന്നത്? അതെ, NOC റേറ്റ് ആണ്. NOC പ്രൈസ് ആണ്. മോഡൽ പറഞ്ഞ് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്, 77 കിലോമീറ്റർ. അത് സെക്കൻഡ് ഓണറുള്ള വണ്ടിയാണ്. NOC നമ്മൾ ചോദിക്കുന്നത് 13,95. ഇത് നമ്മളൊരു പെർഫോമൻസ്, ബോഡി ക്വാളിറ്റി, സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോക്സ് വാഗന്റെ വെന്റായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് മോഡൽ വരുന്നത് 2018 മോഡലാണ്. വെറും 49,000 കിലോമീറ്റർ വണ്ടി. ചെറിയ കിലോമീറ്റർ ഡീസൽ അല്ല വണ്ടി? ഡീസലാണ്. ഡീസൽ മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം ഒരു 18-20 മൈലേജ് കിട്ടും. നല്ല ബോഡി ക്വാളിറ്റി, പെർഫോമൻസ് എല്ലാം വരുന്ന ഒരു വാഹനമാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നല്ല ഹെവി മൈലേജും പെർഫോമൻസും ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. എത്ര രൂപ ചെയ്യാം? 5,90,000 രൂപയ്ക്ക് നമുക്ക് 5,90 അല്ലേ? നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് നമുക്കൊരു 50,000 ചെറിയ ഡൗൺ പേയ്മെന്റിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ടയോട്ടന്റെ ഐക്രോസ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് ഒരു ക്രിസ്റ്റന്റെ പ്രൈസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡിലെ ഇൻവിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെയിം ടയോട്ടനെ നിർമ്മിച്ച് അതിന്റെ ഫുള്ളി നമുക്ക് ജസ്റ്റ് റീബാഡിങ് മാത്രം മാരുതി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡല്, വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. തീരെ ഓടിയിട്ടുള്ള പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. അത് നമുക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കമ്പനി ഇറങ്ങുമ്പോൾ അതേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ ഉണ്ട്. ഒന്നും പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. സെയിം നമുക്ക് ഫുള്ളി നമുക്ക് ടയോട്ട തന്നെയാണ് ഈ ഒരു വാഹനം നിർമ്മിച്ച് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാണ്, റീബാഡ്ജിങ് മാത്രമാണ് മാരുതി ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണ് ലോ കിലോമീറ്ററിൽ ഫുള്ളി ഹൈബ്രിഡില് ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർഷിപ്പ് വാഹനം അല്ല. ഏറ്റവും ടോപ്പ് ആണ്. ആൽഫ പ്ലസ് ആണ് വിത്ത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഹൈബ്രിഡ് വാഹനം. നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ അത് ലോകത്തില്ലാത്ത റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു പ്രൈസിനാണ് നമുക്ക് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്കത് 26,90,000 രൂപയ്ക്ക്. അപ്പൊ അതാണ് നമുക്കൊരു നിലവിൽ നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ ഐക്രോസ് ഒന്നും കിട്ടാനില്ല. സോ ഇതാണ് നമുക്ക് നല്ല ലക്ഷങ്ങൾ വിലക്കുറവിൽ, അതും ലോ കിലോമീറ്ററിൽ ഓഫർ പ്രൈസിൽ ഇതാണോ ഈ ഒരു ഹൈബ്രിഡ്. നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു ഓഫർ മിസ്സാക്കേണ്ട. ഒരു ഐക്രോസ് ഒക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ ക്രിസ്റ്റൻ്റെ പ്രൈസിന് ഈ ഒരു വാഹനം മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഫുൾ ഓണിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്ത് നമ്മളൊരു മരണമാസ ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ ബ്ലാക്കിൽ വരുന്ന മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു GLE 300D ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. സോ ഇന്റീരിയർ എക്സ്ട്രാ ഒക്കെ പക്ക നമുക്കൊരു പുതിയൊരു വാഹനത്തിന് അതേ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിനൽ കേരള GLE 300D ആണ്. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് സിംഗിളാ? അതെ, ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ അല്ല. മോഡൽ വരുന്നത് 2021 മോഡൽ ഫോർമാറ്റിക്. 2021 ഫോർമാറ്റിക് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്കിപ്പോൾ 69,90,000 രൂപയ്ക്ക്. 69-90 ഏകദേശം നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവ് എന്നാണ് പറയാം. 1CR മുകളിൽ പോകുന്ന വണ്ടിയല്ല, പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതാണ് മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു ഒറിജിനൽ കേരള വാഹനമാണ്. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു പക്ക ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വരുന്ന ഒരു കിഡ്ലം വാഹനം. വീണ്ടും നമ്മളൊരു പ്രീമിയം വെഹിക്കിളായിട്ടാണ് വന്നിട്ടുള്ളത്. BMW X1 ആണ്. അതും എക്സ്പോർട്ടാണ്. അത്യാവശ്യം നമുക്ക് കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡിലെ ഐറ്റം ആണ്. ഏറ്റവും ടോപ്പൻ്റ് ആണ്. 2016 മോഡൽ ഏറ്റവും ടോപ്പൻ്റ് ആണ്. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ആണ്. 70-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. നിലവിൽ കേരള നമ്പറിലുള്ള വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് ആണെങ്കിലും. സോ നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ, നല്ലൊരു വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 16,90,000 രൂപയ്ക്ക് നമുക്ക്. നിലവിൽ നമുക്കൊരു SUV വാങ്ങുന്ന അതേ പ്രൈസിന് തവണ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ അത് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടില്ല ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ലോണ് നമുക്ക് 90% നമുക്ക് ലോൺ 90%. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. വീണ്ടും നമ്മളൊരു മെഴ്സിഡസ് ബെൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം E-Class. സോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 220 ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആഷ് ബാഗിൻ്റെ അതേ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. എങ്ങനെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്? ഇത് മോഡൽ വരുന്നത് 2017 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്.
മെയിൻ ഹൈലൈറ്റ് ഇത് വെറും 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. യെസ്. അപ്പൊ ലോ കിലോമീറ്റർ വരുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ, അത് നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ്. സോ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതാവണോ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് 24,90 നമുക്ക് NOC റേറ്റ് ആണ്, അതിൽ നമുക്ക് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓഫർ റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഡൽ കൂടുതൽ എന്നാൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെ പറയാം. എഗെയിൻ നമ്മളൊരു കിടുക്കാച്ചി ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ക മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെർസിഡസ് E-ക്ലാസ്, ഒരു വെറൈറ്റി കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ? 2013 മോഡല് 14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പക്ഷേ നമ്മൾ ലേറ്റസ്റ്റ് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ജനറേഷനിലേക്ക് കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? അതെ അതെ. കൂടെ തന്നെ നമ്മൾ ഫുള്ളി റാപ്ഡ് ആണ് ഈ ഒരു വാഹനം. ആക്ച്വൽ കളർ ബ്ലാക്ക് ആണ്. താല്പര്യമില്ലാത്തവർക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഒറിജിനൽ കളറിലേക്ക് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറും. ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആസിൽ ആഡ് ഓൺ ചെയ്താലും മതി അല്ലേ? അതെ അതെ. അപ്പൊ അതാണ് നമുക്ക് ഫുള്ളി റാപ്ഡ് ആണ് ഈ ഒരു ഐറ്റം. രജിസ്ട്രേഷനിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. PVL തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? നമുക്കത് 12,90,000 രൂപയ്ക്ക് നമുക്ക് ഓഫറിന്റെ ഭാഗത്ത് ഓഫർ പ്രൈസ് ആണ് 12,90,000. നമുക്ക് നിലവിലൊരു SUV പ്രൈസിൽ നമുക്ക് ഈ പ്രീമിയം വെഹിക്കിൾ ഉണ്ടോ? അതെ, അത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചെലവ് വരുന്നതാണ് ഈ ബമ്പറും ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പോൾ അതും നമുക്ക് ചെയ്യേണ്ട നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പൻ്റെ ആണ്. അന്ന് വന്നതിൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ജസ്റ്റ് 1 lakh കിലോമീറ്റർ ആയിരുന്നു ഓടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്നുണ്ടായിരുന്നു പോസ്റ്റിംഗിലായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള പ്രൈസുകളാണ്. സോ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ പ്രൈസുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്പർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രീമിയം ലെവൽ മുതൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ച് വരെയുള്ള വാഹനങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.